ഇതെന്താ ഒരു മുടുക്ക് കടിക്കണമെന്നില്ല. ആ കുത്ത് 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 കുത്ത്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിന്ന് വന്നിട്ടത് ഫാം വില്ലയിലാണ്, ചാവക്കാടുള്ളത്. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ ഇവിടെ ഒന്നും പറഞ്ഞില്ല, കാണിച്ചുതരാം. വാ. ഫസ്റ്റ് കവാടം തന്നെ ഒരു എൻട്രി, ഒരു വെറൈറ്റി എൻട്രി ആണ് അല്ലേ? ഒരു വീട് പോലെ ഉണ്ടാക്കിയിട്ട് കേറി വരുമ്പോ എന്നതാ ഒട്ടകത്തെ തൊട്ട് കെടുത്തരുത്. തൊടാനാ തീറ്റ കൊടുക്കുന്നുണ്ട് കൊടുക്കണ്ട്. തൊട്ടോ, ഒട്ടകത്തെ തൊട്ട് കടിക്കരുത്. ഒട്ടപക്ഷി ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. പേടിയില്ല. പേര് പാത്തുവോ? അപ്പൊ നമ്മുടെ ഇതിന്റെ പേര് പാത്തു എന്നാണ്, ഈ ഒട്ടകത്തിന്റെ പേര്. പാത്തുമ്മ അണ്ടാ, നല്ല ഇണക്കുള്ള പാത്തുമ്മ. പാത്തുമ്മയുടെ വന്നിട്ട് പരിചയം ഉണ്ട്, ഞങ്ങള് സുഹൃത്തുക്കളാണ്. ഇനി അടുത്തത് നമ്മള് കുതിരക്ക് നമ്മൾ എന്ത് ചെയ്ത് പുല്ല് കൊടുക്കാൻ പോവാണ്. 2 കുതിര ഉണ്ട്. ഇത് ഹൈറ, ഇത് അമീറ. ഹൈറ ഉണ്ടെന്ന്, ഹൈറ ഉണ്ടെന്ന്. ആ അങ്ങനെ ഹൈറമുള്ള ഇത് അമീറ. ഹൈറയുടെ കുട്ടിയാണ് അമീറ. ഹൈറയുടെ കുട്ടിയാണ് അമീറ. ഫുഡ് കൊടുത്തപ്പോ വന്നിട്ടോ ഒരു ബന്ധമില്ലാന്ന് പാടോ. നമുക്ക് എന്ത് ചെയ്ത ഹൈറയുടെ പുറത്ത് കയറിയാലോ? എന്നിട്ട് കയറി വരുമ്പോ ലെഫ്റ്റ് സൈഡിൽ ഒട്ടകത്തിന് കണ്ടു, പിന്നെ കുതിരനെ കണ്ടു. ഇപ്പുറത്തെ ഭാഗത്ത് കണ്ട ഒരു കുളമാണ്, ഒരു വേറെ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു പച്ച കുളം. അതിൽ അരനുണ്ട്, അപ്പുറത്തൊരു വീട് കാണുന്നുണ്ട്. കയറി വരുമ്പോ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് ഫാമിലിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുന്ന് പോകുമ്പോ അതെന്താ സംഭവം? മിസ്റ്റില്ലേ, മഴത്തുള്ളി പോലെ ഒരു ഫീൽ വരൂല്ലേ? നമുക്കൊരു ഫോഗിന്റെ ഫീല്. സംഭവം ഇവിടുന്ന് ഫോട്ടോ എടുക്കാനുള്ളത് ഒരു സ്പോട്ട് ഉണ്ട്. ലവിന്റെ ഉള്ളില് ഇവിടെ ഇത് നമുക്ക് ആ ഒരു ഫോഗ്, അത് നമുക്ക് ഇത് ചിലപ്പോ വീഡിയോയിൽ കാണാൻ പറ്റിയെന്ന് വരില്ല. അത് നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇവിടെ നമ്മള് ഇവിടത്തെ ഒരു ഫീലിന്റെ പകുതിയെ നമുക്ക് വീഡിയോയിൽ കണ്ടാൽ കിട്ടുള്ളൂ. നല്ല വൈബാണ്, നല്ല രസമാണ്. അതല്ലേ ഒരു കോഴി. ഇനി നമ്മൾ നേരെ പോണത് മീന് തീറ്റ കൊടുക്കാനാണ്. മീന് തീറ്റ കൊടുക്കാണ്ട് മുന്നേ ആദ്യം നമുക്കൊന്ന് കൈ കഴുകാം. ഏത് മീനിന്റെ ഇതില് ഒന്നും ആവണ്ട, അതിന് തൊട്ടവിടെ തന്നെ പൈപ്പ് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. കൈയൊക്കെ കഴുകണം. കൈമത്തെ നമ്മളെന്തേലും കൈമുണ്ടെങ്കിൽ അതൊന്ന് പോട്ടെ. മീനിനെ എഫക്ട് ചെയ്യണ്ട നമ്മുടെ കൈമുള്ള. കാർപ്പല്ലേ, കോഴിക്കാർപ്പ്. അത് കടിയാൻ പല്ലുണ്ടാ? ഒന്നുകൂടി ഞാനേ എല്ലാം കൂടി കാണത്ര പേടിയില്ല. കൈ ഇടുമ്പോ അതിങ്ങനെ വരണാണ് പേടിയാവുക. സത്യം. കൈ ഇട്ട് കഴിഞ്ഞ വലിയ സീനില്ല. പതിയെ കൊടുക്കാൻ പോകട്ടെ ഞാൻ. പതിയെ അങ്ങനെ മീൻ തീറ്റ കൊടുത്തതിന്റെ നമ്മൾ പോവാണ്. മീനുകളൊക്കെ എപ്പോഴും കൈ ഇങ്ങനെ കാട്ടുമ്പോ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതാണ്ട അക്കും കൂടി ഇങ്ങോട്ട് വന്ന് വഹിഞ്ഞും കടത്തണ്ടാ നോക്കി നോക്കാം. ആടുകൾക്ക് അല്ലേ? ഞാൻ അടുത്ത് ആടുകൾക്ക് ഫീഡ് ചെയ്യാൻ പോവാണ്. ഇതെന്താടാ? ഇതാ കനേഡിയൻ അല്ലേ? ഓക്കെ. അതല്ലേ ഇപ്പഴത്തെ അപ്പുറത്ത് വേറെ സിൽക്കി ആടുണ്ട്. അതിന് കിട്ടില്ല, പാവുണ്ട്. ശാലിയോ അവിടെ കൊടുത്ത് തീർത്ത്. ഷാലുവിന്റെ ഫേവറേറ്റ് ആണ് ആട്. ഭയങ്കര ഇഷ്ടം. എന്റെ വീട്ടിൽ നിറച്ചാടുണ്ട്. സംഭവം ഇവിടെ ഫാമിലി തന്നെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ മൃഗങ്ങൾക്കൊക്കെ തീറ്റ കൊടുക്കുക, അവരൊക്കെ ഇങ്ങനെ തൊടാൻ പറ്റിയ
ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ? അപ്പൊ ഇനിയാണ് അടുത്തൊരു പെട സാധനത്തിന് കാണിച്ചു തരാൻ പോണത്. ഇത് പല നടിമാറ്റ് സാദൃശ്യം തോന്നില്ല, അതല്ല. ഇതെന്ത് ആടാണ്. ഇതിന്റെ വാല തോന്നണല്ലേ? ഇത് ഇതിന്റെ വാലാണ് ഈ കാണുന്നത്. പാപ്പുന്നോ ആടിന് തീറ്റ കൊടുക്ക്. ഇങ്ങനെ ആട്ടി നിന്നോ? പുറത്താച്ച് 4 ഇനാഗ്രേഷൻ കിട്ടിയിരുന്നു ഇതിന്. പാവാട്ടാ ആള് പാവാ. ബാ ഞാൻ അടുത്ത തീറ്റ കൊടുക്കാം. ഞാൻ അടുത്തത് 4 കൊമ്പുള്ള ആട്. ഇതാ ഇത് കേരളത്തിലെ ആകെ 4 പീസാണുള്ളത്. അതിൽ 2 ഇവിടെ ഉണ്ട്. ഒരെണ്ണം കണ്ണൂരും പിന്നെ ഒരെണ്ണം വയനാടാണ് ഉള്ളത്. 4 ഇങ്ങോട്ടാണ് കൊടുത്തത്. ഇവരുടെ അവിടെ നിന്ന് അടുത്ത വൈത്തിരിയിലൊക്കെ ഇവരുടെ തന്നെ ഫാമിലി വേറെ ഉണ്ട്. അപ്പൊ അവിടേക്ക് എന്ത് ചെയ്ത് കൊടുത്തേക്കാണ്. ഇനി കൊണ്ടാണ് ആടാ. എടാ എന്നിട്ട് ഫൈറ്റ് ചെയ്യാണ്ടോ? നോക്കടാ. വേണ്ട, എല്ലാ വള്ളിയും പിടിക്കണ്ട, പോവാ നമുക്ക്. ഇത് മിനിയേച്ചർ ആയിട്ടുള്ള മിനിയേച്ചർ ബുള്ളില്ലേ? മിനിയേച്ചർ ബുള്ള് കുത്തൊന്നുമില്ല, പാവാണ്. മിനിയേച്ചറാ. 8 വയസ്സുണ്ട്. കണ്ടാ പറയില്ല കേട്ടാ. ചർമ്മം കണ്ട പ്രായം തോന്നിക്കില്ല ഇന്നെ പോലെ. ബറാബർ. ഇതെന്താ അറിയോ? ബറാബർ ആട്. മാന്റെ പോലെ ഉണ്ട്. ഓടാ അതിന് പീഡിപ്പിച്ച് ഇതാ വരുന്നില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? ഞാനാക്കുമ്പൊക്കെ നിക്കും. അച്ഛര നടക്ക്. ഇനി കുറച്ച് എമ്മുകൾക്ക് തീറ്റ കൊടുക്ക. ഇതിനെ കാണുമ്പോ ആള് സംഭവം ഭയങ്കര പാവാണ്. ഇതാ എന്ത് വേദന ഇടുവാ കാട്ട്. എന്നാ തിന്നോ. സംഭവം ഫസ്റ്റ് എനിക്ക് പേടിണ്ടായിരുന്നില്ലേ? 2 കയ്യിലായിട്ട് വെച്ചോടുക്ക്. ഇയാളോട്ടോ ഭയങ്കര. അതല്ലേ ഫസ്റ്റ് ഇവിടെ കാണുമ്പോ ഇത് കൊത്തു നമുക്ക് പേടിയായിരുന്നു. കാണുമ്പോ ടെറലിൽ പാവങ്ങളാണ്. ഞാൻ അടുത്തന്നെ പോവാ നമുക്ക്. ഈ ശാലുവിന്റെ കുറച്ച് വർഗ്ഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്റെ ആൾക്കാരെത്തിണ്ട്. കഴുതുകള്. കോഴിയുടെ അത്ര ഒന്നുമില്ല. ടീംസ് കോഴി. കോഴികളപ്പുറത്ത് ഇതാ അവിടെ ബാക്കിലുണ്ട് പൂവൻ. എവിടെ പോയാലും കോഴി. അപ്പൊ ഇനി ഇതുപോലെ ഒരു റൗണ്ട് ഒരു സർക്കിളാണ്. ഇതിന്റെ സെന്ററിൽ പാർക്കാണ് വരുന്നത്. ഇവിടെ കുറെ പക്ഷികൾ. ഇതാ താറാവ്. ഇതാ ഇതൊരു വെറൈറ്റി താറാവ് തന്നെയാണ്. എന്താ ഗൂസില്ലേ? നിന്നിരുന്നൊക്കെ തൊടാം. ഗൂസി കണ്ടോ? നല്ല ഇണക്കുള്ള. താറാവിനിങ്ങനെ ഇണക്കം കാണണേ. അതല്ലേ? താറാവല്ല, വേറെ താറാവ് ടൈപ്പ് തന്നെ. നല്ലൊരു വെറൈറ്റി താറാവ്. ഇനി അടുത്തത് വേറെ കുറച്ചുകൂടി വെറൈറ്റി താറാവുണ്ട്. തൊപ്പിക്കാര്. തൊപ്പി വെച്ച ആൾക്കാരാണ് ക്രസ്റ്റഡ് ഡക്ക്. ഇത് തൊപ്പി വെച്ച താറാവുകള്. ഓരോ വീടും ഓരോരോ സർക്കിളായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അത് കുറച്ച് നല്ല സൈസുള്ള താറാവ്. ഈ താറാവിന്റെ ഒക്കെ ഇങ്ങനെ പെരടിക്കാണ്. അയ്യോ കൊത്തുവോ? ഇത് കൊത്തണ ആളാണ്. ഇത് അതിന്റെ ഇതാണോ എണ്ണ? 2 മെയിലാണല്ലേ? തല്ലൂടൂലേ? മുബാറക്കിന്റെ ടൈപ്പാ. താറാവുകള് ഞങ്ങളെ കണ്ടപ്പോ തന്നെ എന്ത് ചെയ്ത് വീട്ടിൽ ഇതെന്താണ്? ഞാൻ തൊടട്ടെ. ഒരു താറാവിനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. താറാവിനെ അങ്ങനെ പിടിക്കേ? പിന്നെ താറാവിനെ ഇങ്ങനെ പിടിക്കണായിരിക്കും അല്ലേ? പോയാ ഇതൊക്കെ മുട്ടടണാണോ?
ആ ഇങ്ങനെയല്ലേ പിടിക്കുക താറാവിനെ? ഇവളയില് താറാവിനെ വളർത്തിരുന്നു ഇവള്. അപ്പൊ താറാൻകുട്ടികളൊക്കെ ഞാൻ ഇങ്ങനെ പോയി പിടിക്കുമ്പോ അയ്യോ പിന്നെ മുയലിനെ ചവിട്ടുമ്പോ പിടിക്കും. മുയലൊക്കെ അങ്ങനെയാണല്ലോ പിടിക്കണത്. അപ്പൊ അയ്യോ എന്റെ മുയലിന്റെ ചെവി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് പെടനാണ് ഇത് കൈ കഴുകുക. ഇവിടെ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ടോയ്ലറ്റും ഇതൊക്കെ ഇപ്പൊ ഓരോ മൃഗങ്ങൾക്കൊക്കെ നമ്മൾ തീറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈ കഴുകാൻ വേണ്ടി ഇടക്കിടക്ക് വാഷ് ബേസിന് ഇവിടെ തന്നെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ്റൂംസും ഉണ്ട്. ഇനിയിപ്പോ അതിന്റെ ഇടയ്ക്ക് നടന്ന് പോയെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ കൂൾ ബാറും സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാൻ ഇരുന്ന് കുടിക്കുകയും ഇതൊക്കെ ചെയ്യാം. പിന്നെ കഴിഞ്ഞ് നോക്കുമ്പോ കൊറേ കോഴിക്കുട്ടികളാണ് കളറിൽ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് വലിയ കോഴികള് ഇതാ കളർ പൂശിയിട്ട് എന്ത് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ ഗിനിപിഗ് ക്യൂട്ട്. ഇനി ഇവിടെ കൊറേ മുയലുണ്ട്. ഇനി ഒരു വെറൈറ്റി മുയലിനെ ഞാൻ കാണിച്ചുതരാം. ഇതാണ് ജർമ്മൻ അങ്കോര. എങ്ങനെയുണ്ട് ചാലിയോ? ഒരു പഞ്ഞിക്കട്ട അല്ലേ? ഇതെന്താ വാവ്. സാധാരണ മുയലിനൊക്കെ ചെവിമേലാണ് പിടിക്കുക. പക്ഷെ ഇതെന്ന് വെച്ചാല് ചെറിയ അത്യാവശ്യം വലിപ്പമുള്ള മുയലല്ല. അപ്പൊ ചെവിയും പിടിച്ച് ചിലപ്പോ അത് താങ്ങില്ല ഇത്രയും വെയിറ്റ്. രസമുണ്ട് അല്ലേ? ക്യൂട്ട് മുയല്. ജർമ്മൻ അങ്കോര എന്നാണ് ഈ മുയലിന്റെ പേര്. ഇനി ഇവിടെ ഒരു വലിപ്പുള്ള എല്ലിയ പോലത്തെ ഒരു സാധനം ഉണ്ട്. ഇതിന്റെ കൊയ്പു ഒരു വലിയ എല്ലി പോലത്തെ സാധനം. ഒരു എലി പോലെ തന്നെ വലിപ്പുള്ള സാധനം. പല്ല് നോക്കിയ ഓറഞ്ച് പല്ലിന്റെ കളറൊക്കെ പൊളിച്ചിട്ട് കൊടുക്ക്. ആണോ? അതിന് വേണ്ടോന്ന് ഇത് വേണതാ പഴം പൊളിച്ചത്. അതൊക്കെ അവര് പൊളിച്ചിന്നോളൂ. അയ്യോ അതിന്റെ കാലൊക്കെ വെള്ളത്തിൽ നീന്താനോ നീന്തണ ടൈപ്പ് സാധനങ്ങളാണല്ലേ? അതാണ് കാലം അങ്ങനെ. കൊയ്പ് എന്നാണ് അതിന്റെ പേര്. നമ്മളെ പരിചയം ഞാൻ കൊടുക്കും. നല്ല ആൾക്കാരുടെ അടുത്ത് തിന്നു ഇതൊക്കെ പഴം. അത് പിന്നെ അതിന്റെ അടുത്ത് കൊണ്ടുവച്ചാ തിന്നൂലേ. അടുത്തതിന്റെ ഫേവറേറ്റ് സെക്ഷനാണ് പൂച്ച. കാറ്റ് സെക്ഷൻസ് ആണ്. ബംഗാൾ കാറ്റാണ് ആദ്യം കാണാനുള്ളത്. നമുക്ക് ബംഗാൾ കാറ്റിന് കാണാന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പേർഷ്യൻ കാറ്റ് ഫുൾ പഞ്ചായിട്ടുള്ള ഒരു പേർഷ്യൻ കാറ്റ്. പിന്നെ ഈ ഇതെന്താ ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ അല്ലേ? അത് നല്ല രസം എന്തായാലും കാണാന്. ഷാലിന്റെ ഫേവറേറ്റ് പൂച്ചയാണ് ഇത്. ബ്രിട്ടീഷ് കാറ്റ് എന്നാണ് അതിന്റെ പേര്. ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണണം ഉണ്ടായിരുന്നു സാധനം. ഇപ്പോഴാണ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയത്. നല്ല ക്യൂട്ട് പൂച്ച. ഇഷ്ടായി. അടുത്ത് പുതിയ മതിയായപ്പോ നേരിട്ട് കണ്ട് സമാധാനായില്ലേ? കണ്ടപ്പോ ഞാൻ പുള്ളിയില്ല കേട്ടോ. ജീവനെ കൊണ്ടുപോയി. അടുത്ത് ഇതാ ഒരു തൊലിയൊന്നും ഇല്ലാത്തൊരു പൂച്ചയാണ്. ഓ ഈ പ്രേത സിനിമയിലൊക്കെ കാണുന്നില്ലേ? ഫ്രണ്ട്സ് സീരീസിലൊക്കെ ഉണ്ട്. അയ്യോ ഇതിന് ഞാൻ തൊടില്ല. നീ തൊട്ടോ? പാവാണ്. അയ്യോടാ. ഇത് ഞാനിങ്ങനത്തെ ഈ പൂച്ചകളൊക്കെ ഹൊറർ ഫിലിമിലാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. തൊടുമ്പോ എന്താ പോലെ ഇവിടെ. ഇനി അടുത്ത നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് കങ്കാരുവിനെയാണ്. മിനിയേച്ചർ കങ്കാരു. ഇതാ ഇത്ര വലിപ്പം വരുള്ളത്. കണ്ടാ ചാടണ ചാടിപ്പോയിടാ. ഇതാ ഒരെണ്ണം ഇവിടെ അടുത്ത് നിൽക്കുന്നുണ്ട്. മോനെ കങ്കാരു ഇതാ സാട് വന്നിരിക്കണടാ. അങ്ങനെ കങ്കാരു മിനിയേച്ചർ കങ്കാരു എന്നാണ് ഇനി പറയാ. ഇത് ഇത്ര തന്നെ വലിപ്പം വരുള്ളൂ. നമ്മുടെ പുറമുള്ളതൊക്കെ നല്ല വലിപ്പം വരുമെങ്കിലും ഇത് ഇത്ര തന്നെ. ഉണ്ട് ഒക്കെ സെയിം. അതിന്റെ തന്നെ ചെറിയ മിനിയേച്ചർ കങ്കാരു അതിന്റെ ചെറിയ വേർഷൻ. നമ്മൾ കങ്കാരിന് കൂട്ടി തന്നെ വേറൊരു സാധനത്തിന് കിട്ടിയിട്ടുണ്ട്. ടണ്ടണേ ആമാ ഒരു മുടുക്ക് കടിക്കോ? ആര് പറഞ്ഞു കടിക്കുന്നു? അന്റെ ചുണ്ട് വരും
ആമ കടിക്കുമെന്ന് പേടി. അത് കടിച്ചതിന്റെ പിടി വിടൂല. കടിച്ച പിടി വിടൂല. ഇല്ല, ആമ കടിച്ചാൽ ഇങ്ങനെ അല്ലേ കടിച്ച ഉണ്ടാവും. പറഞ്ഞു ഞാന് അല്ലയോ ആമ എന്റെ ചുണ്ട് കടിച്ചെടുത്തിട്ടുണ്ട്. എന്റെ പകുതി ചുണ്ടിലാണ്ടെന്ന് ആലോചിച്ചോക്കിയേ. സത്യം. അതാണെങ്കിലേ തല അത്ര നേരം ഉള്ളിലായിരുന്നു, പിന്നെ പുറത്തേക്ക് ഇട്ട് കടിക്കാൻ വേണ്ടിട്ട് കടിച്ചോണ്ടേ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരും. ആമ കടിച്ച വിടൂല, പിന്നെ പീസായിട്ട് അത് തിരിച്ചു അന്റെ പകുതി ചുണ്ട് പോകും. അപ്പൊ അടുത്ത അതിന്റെ ഉള്ളിൽ കയറാം. വാ നോക്കണേ. ഇത് കൊരങ്ങൊന്നും ചെയ്യില്ലടി. അതൊക്കെ കൊടുക്ക്. പേടിയാ. എന്റെ കൈ വെച്ചെടുക്ക്. കണ്ട് കൈ നോക്ക്. ഇവിടെ എന്റെ കൈ പിടിക്ക്. പേടിക്കണ്ടാന്ന്. പേടിക്കണ്ട. അത് കൊടുത്തേ. ഒരെണ്ണം കൊടുത്തേ. അത് വരും. മേത്ത് കേടും. മേത്ത് കേടും. അത് പോയി. അങ്ങനെ കൊടുക്കല്ലേ. ഒരു കൈ വെച്ച് കൊടുക്കുക. എന്നെ കൈക്കട്. വാ കേറിക്കോ. കേറി. വാ. പേടിച്ചാ? അങ്ങനെ ഇതിന്റെ പേരെന്താ? റെഡ് ഹാൻഡ് ടൈമർക്ക് നമ്മൾ എന്നിട്ട് ഫീഡ് ചെയ്തേക്കാണ്. ഇഷ്ടപ്പെട്ടോടാ മോനെ? എക്സ്പീരിയൻസ് ആയിരുന്നു. പേടിയാ ശാലിയോ? അവര് തിന്നുന്ന കണ്ടില്ലേ? എന്ത് രസകരമായിട്ടാണ് അവര് തിന്നുന്നത്. കൊടുത്തു. ഒരെണ്ണം കൊടുത്തു. ഒരെണ്ണം ഈ കൊടുക്കുന്ന. ഇങ്ങനെ പിടിച്ചെടുത്തോ. അയ്യോ നിലത്ത് നടത്ത് തിന്നുന്നുണ്ട്. ഒരെണ്ണം മറ്റാൾക്കും കൊടുത്തോ. അയ്യോ അങ്ങനെ തുടങ്ങ കടിക്കോ ചിലപ്പോ. അപ്പൊ ഈ സാധനം കണ്ടാ ഒരു വെറൈറ്റി സാധനാണിത്. ഇതിന്റെ പേരെന്താ അറിയോ? ഗ്ലൈഡർ. അറിയാലേ? കണ്ടാ സാധനം പേടിച്ചാ? ഇതൊക്കെ പറക്കണ സാധനാ. എന്റെ മേത്ത് പിടിച്ചിട്ടുണ്ട്. പേടില്ല. ഇതാ ബിയേർഡ് ഡ്രാഗൺ. മനസ്സിലായാ? എന്താ പറ? മേത്ത് വെക്കണില്ല. സത്യായിട്ട് എന്തിന്? ഇതൊന്നും കടിക്കില്ല. താടിയുള്ള ഡ്രാഗൻ. മനസ്സിലായ? ഇതിനെ കണ്ടിട്ട് പേടിയാവണം ഇത്ര. ഇത് ഷാലിന്റെ ഒക്കെ പോലെ തന്നെ അസുഖമുള്ള ആളാണ്. ഇത് ഉറക്കത്തിന്റെ അസുഖമുള്ളത്. ഇത് 24 മണിക്കൂറിൽ 20 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിരിക്കും. 4 മണിക്കൂറാണ് ഇത് ഇണിച്ചിരിക്കുന്നുണ്ടാവുക. എന്റെ സ്പിരിറ്റ് അനിമലിനെ ഞാൻ കണ്ടുപിടിച്ചു. ആ 4 മണിക്കൂറാണ് ഇണിച്ചിരിക്കുന്ന. 4 മണിക്കൂറാണ് സമയമാണ് കേട്ടാ. ഒരു രക്ഷയില്ല അത് തിളങ്ങണത്. ഈ തിളക്കം വീഡിയോയിൽ കിട്ടണമെന്ന് എനിക്കറിയില്ല. ഈ തിളങ്ങണ ഒരു പക്ഷികളാണ് കാണുന്നത്. മയിലിന്റെ പോലത്തെ കളറാണ്. ഇവർക്ക് നമ്മൾ എന്ത് ചെയ്ത് ഫീഡ് ചെയ്യാൻ പോവാണ്. അതാ പഠിച്ചോണ്ടേ. ഏത് അടുത്തൊരാളോട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ശാലിയോ ഒരെണ്ണം തീറ്റ കൊടുത്താ? തീറ്റ കൊടുത്തോ? ഇല്ലല്ലോ ഒത്തിരി ഉണ്ടാവുണ്ടായി. അടുത്ത ഒരാൾ കൂടി നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടാൾക്കും നമ്മൾ തീറ്റ കൊടുത്തേക്കാണ്. അടുത്ത സൈഡിൽ പോവാ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഓരോ വഴിയാണ് ഫാമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വഴിയിൽ 2 സൈഡില്, അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഒക്കെ മൃഗങ്ങളും ആനിമൽസും പിന്നെ വെറൈറ്റി പ്ലാന്റ്സും. അങ്ങനെ നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഇവിടുത്തെ. നമുക്ക് നല്ലൊരു ആംബിയൻസ് ആണ് അല്ലേ? ഒരു കൂട്ട ഇഗ്വാനകള്, ഇപ്പുറത്തൊക്കെ വെറൈറ്റി ഫാൻസി കോഴികള്, വെറൈറ്റി എന്തത് ഇന്നൊക്കെ വലിയ കോഴികളാ. ഇതാണ് ഇത് പോക്കറ്റ് മങ്കി. കുട്ടികളായിട്ടാണ് ഇരിക്കുന്നത്. ഇതാ ഇതിന്റെ അരയില് കുട്ടിയുണ്ട്. ഇതാ കുട്ടീനെ അടുത്ത് കാണാം നമുക്ക്. ഇതാ പുറത്തിറങ്ങിയേക്കണ്. ഇതാ കുട്ടി പുറത്തിറങ്ങിയേക്കണ്. എന്നാ തീറ്റ. അയ്യോ എന്താ അടിപൊളിയായിട്ടാ തിന്നണത്. അതിന്റെ 2 കുട്ടികളാണ് കാണുന്നത്. ഈ പോക്കറ്റ് മങ്കിയുടെ 2 കുട്ടികൾ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. തള്ളാനെ വിളിക്കുന്നുണ്ട് ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട്. നമുക്ക് ഇതാ വംശനാശമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കണം. എന്താണ് വേഴാമ്പലില്ലേ, അതിൻ്റെ ഒരു മിനിയേച്ചർ വേഷമാണ് കാണുന്നത്.
നല്ല ഭംഗിയുണ്ട്. ആ കറക്റ്റ് ഏകദേശം വേഴാമ്പലിന്റെ ആ മൂക്കൊക്കെ ഉണ്ട് കറക്റ്റ് ചെറുതായി എങ്ങനെ ഉണ്ടാവും ആ കറക്റ്റ് സാധനത്തിനാണ് നമ്മള് കാണാൻ സാധിക്കുന്നത്. ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് പോവാ. അപ്പൊ ഇനി അടുത്തത് ഓസ്ട്രിച്ചിന്റെ കൂട്ടിലാണ് കേറാൻ പോകുന്നേ. കാണുമ്പോ പേടിയാവുന്നുണ്ടോ? പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കണ്ടേ. ഓസ്ട്രിച്ച് ഇത്ര വലുതാന്ന് അറിയില്ലായിരുന്നാ? എന്ത് കാട്ടു എന്ത് കുത്തു? വാ വാ വാ. ഷാനുന് പോയി കടിക്ക്. ഷാനുന് ഓസ്ട്രിച്ചിനെ കൊണ്ട് കടിപ്പിക്കാൻ പോയി. കടിക്ക് അങ്ങടെ കടിക്ക്. ഞാൻ മണലെടുത്തറിയൂട്ട കണ്ണേക്ക്. അതന്നെ നിക്കടാടെ അങ്ങനെ ഓസ്ട്രിച്ചിനെ വേണ്ട. ബായ്. കേട്ടോ പേടിച്ചാ? ഇത് മറ്റേ വീഗലാൻഡ് റൈഡ് കയറുന്നതിനെ കാട്ടും. ഞാൻ അടുത്ത പക്ഷിക്കൂട്ടിന് കയറാം. പക്ഷികളൊക്കെ കൂട്ടി കയറുമ്പോ എന്നെ വന്ന് മെത്തിട്ടുണ്ടെങ്കിൽ പൊക്കി പിടിച്ചോ കൈ. സംഭവം എന്താ, കിളികൾക്ക് തീറ്റ കൊടുക്കാനുള്ള ഒരു സംഭവമാണ്. നമ്മളിങ്ങനെ കൂട്ടിൽ കയറി കഴിഞ്ഞാൽ മൊത്തം കിളികൾ ഇതാ പറഞ്ഞിരിക്കുന്നത്. ചായന്റെ തലയിൽ ഇട്ട് കൊടുക്കും കുറച്ചെണ്ണം. അപ്പൊ അങ്ങനെ ഇതാ രണ്ട് സൈഡിൽ കുറെ പക്ഷികൾ, കോക്ടെയില് പോലത്തെ പല പക്ഷികളും. അത് അമേരിക്കൻ ലവ് ബേർഡ്. അമേരിക്കൻ ലവ് ബേർഡ്സ് അങ്ങനെ രണ്ട് സൈഡിലായിട്ട് എന്ത് ചെയ്ത് ഇതുപോലെ കൂടുകൾ തന്നെ വീണ്ടും അത്യാവശ്യം നടന്ന് കാണാൻ ഒരു സ്ഥലം തന്നെ ഉണ്ട്. ഏത് ഫാമിലാന്ന് പറയണത് നോക്കിയേ. ഇതിലെന്താ? അതിന് തീറ്റ കൊടുക്ക. ഇത് മറ്റേ ടിമോൻ ആൻഡ് പുംബ. അതിത്തെ ടിമോൻ സാലി ഇരിക്കേ. പിന്നെ ഇവിടെ തന്നെ ഇതാ കുളത്തിന്റെ ഇപ്പുറത്ത് തന്നെ ഇവര് ഇതാ ഒരു ഫ്രെയിം സൈസുള്ള ഒരു വീട് തന്നെ ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. സംഭവം കുളത്തില് മീനുകളൊക്കെ ഉണ്ടാവും. തല വിടുന്നിട്ട് മീനുണ്ടാ കണ്ടില്ലേ? നല്ലൊരു ഇതാ വേറെ വെള്ളം ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് ഒരു എയർ ഫ്രെയിം ഹൗസ്. അപ്പൊ ഗൈസ് നമുക്ക് ഇതാ മെക്കാവന് കണ്ടിട്ടുണ്ട്. മെക്കാവനെ എടുത്തിട്ട് നമുക്ക് നേരെ കടിക്കത് ഇല്ലല്ലോ. മെക്ക നേരത്തെ എടുത്ത് തലയിൽ വെച്ചെടുത്താൽ ശാലുവിന്റെ നേരെ തലയിൽ വെക്ക്. അതന്നെ. ഓ അങ്ങനെ ശാലിന്റെ തലയിൽ വെച്ചെടുത്തേക്കാണ്. മെക്കാവോ അതെ അയാളെ കടിച്ചാ മതി. പേടി എനിക്ക് ഇല്ലല്ലേ? ശരി ആദ്യം അയ്യോ വേണ്ട വേണ്ട. ഒരു കടി കൊടുക്ക്. കൊടുക്ക് അവിടെ അടിച്ച് ഇവിടെ ചെവി അതാവും. വെറുതെ പറയും. പിടിച്ചോ ഇപ്പൊ കടിക്കുന്നേ. കിട്ടണം. അത് കിട്ടട്ടെ. എന്നെ കളിപ്പിക്കാൻ നോക്കിയല്ലേ. കിട്ടണോ എന്നെ കളിപ്പിക്കാൻ നോക്കിയല്ലേ? അതിന് മനസ്സിലായി ആരാ പാവം. പിന്നെ ഇവിടെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഏറ്റവും വരുന്നുണ്ടെങ്കിൽ കുട്ടികൾ കളിക്കാൻ ഒരു ചിൽഡ്രൻസ് പാർക്കും കുറെ ഊഞ്ഞാല് കുറെ റൈഡുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിള്ളേർക്ക് കുഞ്ഞെന്ത് ഭയങ്കര അതിന് ഇൻട്രസ്റ്റ് ആയിരിക്കും വരാൻ. ആ പിള്ളേരൊക്കെ ഒന്ന് കളിക്കുന്നുണ്ട്. അപ്പുറത്തും ബാക്കിലും കുറെ ഊഞ്ഞാലേ കുറെ റൈഡുകളൊക്കെ ബാക്കിലും ഉണ്ട്. കുട്ടികളെറ്റായാലും ഫാമിലി ഒക്കെ ആയിട്ട് വരുമ്പോഴും എന്ത് ചെയ്ത് നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഫാമില്ല. കറങ്ങണം പല രീതികൾ പല റൈഡുകളും ഉണ്ട്. ഞാൻ അടുത്തത് ഷാലിന് ഒരു വേറെ വെറൈറ്റി സാധനത്തിന് കാണിച്ചു കൊടുക്കുക. ഇതെന്താ മനസ്സിലായ? ഷാലിന് എടുത്തരോ
ഒരു മുടുത്ത് പേടിയില്ല. ഷാലിന് പേടില്ലാതെ എന്നാ ഒരു മുടുത്ത് ഷാലിന് ഇതിന് പേടില്ല. ഷാലിന്റെ മൂത്ത് കൂടെ ഇതിനെ അടുത്ത് ഇറക്കാൻ പോവാണ്. ആ മൂത്തണ്ട് വെച്ചോടുക്ക്. അതാ കടിക്കണമെന്നില്ല. അതെന്തോ കടിച്ചു. കടിച്ച് മതി മതി മതിയില്ലേ? ഞാൻ അടുത്തതാ സാധ്യത ഉണ്ട്. ആ അതാണ് അത് കൊണ്ടതാ കുത്തണത്. ഞാൻ വെച്ച് കടിച്ചതാന്ന്. ശാലുവിന് ഇതാ ഒരു സാധനം സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ശാലു പേടിക്കണ്ട, കണ്ണു തുറന്ന. ഇതെന്താ? മുതലല്ല, നാവാ. നിക്കാടെ പേടിയാ. നല്ലപോലെ പിടിക്കാതെയോ. ഇളകൂല. അന്നെ കടിക്കാളെ കണ്ട അന്നെ കിട്ടിയ കടിച്ച് കീറത്. അതുപോലെ സാധനമാണ് ഇത്. അതൊക്കെയാ ഞാൻ ബാക്കിൽ കൂടെ കാണുന്നത് ജുറാസിക് പാർക്ക് അല്ല. ഇതാ നോക്കിയേ, നിരന്നിങ്ങനെ കെടുക്കുക. ഫാമിലിയിലുള്ള ഇഗ്വാനാസ് ആണ് കാണുന്നത്. ഇതാ അപ്പുറത്ത് പോണ്. അയ്യോ പോണതാ. പേടിണ്ടോ? ഒരു മുറത്തുശാലിന് ഇതാ കേറുന്ന ശാലിന്റെ മേത്തൊക്കെ അടിച്ചടിച്ചാ മതി. കേറുന്നോ? ഇപ്പൊ പേടിയൊക്കെ മാറിയില്ലേ? ഇതിനൊന്നും പേടില്ല. ഇത് കടിച്ചാണ്ടില്ലല്ലോ. ഇത് കടിക്കൊന്നുമില്ല. കടിക്കോ, നല്ല കടി അടിക്കോ. അനക്കറിയാഞ്ഞിട്ടാ. നമ്മള് പാമ്പിന്റെ സെക്ഷനാണ് നമ്മൾ ഇനി കണ്ടോണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ പാമ്പുകൾ. ഇതാ ഇതിന്റെ കഴുത്തിലും കയ്യിലും തോലിത ചാലിന്റെ തോലും കയ്യിലും ഒക്കെ പാമ്പുകൾ തന്നെ. ഇനി ഒരുപാട് ടൈപ്പ് പാമ്പുകൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെയത് കരിമൂർക്കന്റെ പോലെ സാധനമാണ്. പൊത്തിക്കട്ടെ. ഞാൻ ഇതാണ് ആകെ അടിക്കതിൽ. ഇത് മാത്ര കറുത്ത മാത്രമേ അടിക്കുള്ളൂ. കണ്ണിലെ കൊത്ത്. കറുപ്പുണ്ടില്ല എന്നെ കണ്ണിലെ കൊത്ത്. കണ്ണില് മാത്രമേ കൊത്തുള്ളത്. ഇത് കണ്ട ഈ കറുപ്പ് കളർ മാത്രമേ കടത്തു. ബാക്കിയൊക്കെ പൈത്തണ. ഇത് മാത്രമേ കടിക്കുള്ളൂ. കണ്ണിലുണ്ട് ഒറ്റ കൊത്ത്. കണ്ണില് നോക്കിയിട്ട് കൊത്ത്. ആ കൊത്ത് 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 കൊത്ത്. അപ്പോ നമ്മള് ഫാമിലിയിൽ വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് എന്ത് ചെയ്ത് കിട്ടിയത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ശാലിയോ? വളരെ നല്ലതായിരുന്നു അല്ലേ? അഡ്വഞ്ചറസ് എക്സ്പീരിയൻസ് ആണ് കിട്ടുക. അപ്പൊ അത്രയും നല്ല ബെസ്റ്റ് സ്പോട്ടാണ് ഫാമില. ചാവക്കാട് പഞ്ചവടി ഭാഗത്താണ് വരുന്നത്. ഒരുത്തം ഇവിടെ ഇറങ്ങി പോവാൻ നോക്കുന്നുണ്ട്. ഇതോ അപ്പൊ എന്ത് ചെയ്താ ഹൈലി സജസ്റ്റബിൾ ആണ്. ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വരാൻ പാർക്കും ഉണ്ട്. ഇത്രയും ഒരു എന്റർടൈൻമെന്റും ഉണ്ട്. അപ്പൊ അത്രയും സജസ്റ്റ് ചെയ്യണ ആർക്കെങ്കിലും വരാൻ വേണ്ടിയെങ്കിൽ നേരെ വരിക. അതിന്റെ കോൺടാക്ട് നമ്പർ, ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഓക്കെ, ബൈ.